തിരികെ വാർത്തയിലേക്ക്. കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ PT5 പിടികൂടാനുള്ള വനവകുപ്പിന്റെ ദൗത്യം പുരോഗമിക്കുകയാണ്. കൊമ്പനെ മാന്തുരുത്തി മേഖലയിൽ സ്പോട്ട് ചെയ്തു കഴിഞ്ഞു. കുങ്കിയാനയെ വനമേഖലയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മയക്കുവെടി വയ്ക്കാനായി വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം വനമേഖലയിലേക്ക് കയറി. ഇവരുമായി അരുൺ ആലത്തൂർ തുടരുകയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൗത്യ സംഘം വനമേഖലയിലേക്ക് കയറിയിട്ടുണ്ട്. കുങ്കിയാന വനമേഖലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാ കാലാവസ്ഥയടക്കം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യം പുരോഗമിക്കുന്നത്, അല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും എല്ലാ തരത്തിലും അനുകൂല സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയെ എത്രയും പെട്ടെന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും മഴയൊന്നുമില്ല, കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. മാത്രമല്ല കുങ്കിയാനകളെ കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിൽ നിന്ന് എത്തിച്ചിരുന്നു. വിക്രം, ഭരത് എന്നീ 2 കുങ്കിയാനകളെയാണ് എത്തിച്ചത്. ആ കുങ്കിയാനകളുമായിട്ടുള്ള സംഘം ആദ്യം തന്നെ വനത്തിനകത്തേക്ക് കയറുകയും ഈ PT5 ഏത് ഭാഗത്താണ് ഉള്ളത് എന്നുള്ളത് സ്പോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ മാന്തുരുത്തിയിൽ മലമ്പുഴ കവ റോഡുണ്ട്. ആ റോഡിന് തൊട്ടരികിലായിട്ട് കുറച്ച് കഞ്ചിക്കോട് ഭാഗത്തായിട്ടാണ് ആനയെ ആദ്യം സ്പോട്ട് ചെയ്തത്. കഞ്ചിക്കോട് റോഡിൻ്റെ ഭാഗത്തായിട്ടാണ് ആനയെ ആദ്യം സ്പോട്ട് ചെയ്തത്. അവിടെ നിന്നും പിന്നീട് കൃത്യമായിട്ട് ഈ കുങ്കിയാനകളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അതിനെ മുകളിലേക്ക് റോഡരികിലേക്ക്, ഈ മാന്തുരുത്തി ഭാഗത്തെ റോഡരികിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്തിന് തൊട്ട് മുന്നിൽ തന്നെ വനത്തിൻ്റെ ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ആനയെ എത്തിച്ച് ഈ വെറ്റിനറി സർജനായ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മയക്കുവെടി വെച്ച് അതിനെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. കണ്ണിന് കാഴ്ച ഇല്ലാത്ത ആനയായതുകൊണ്ട് തന്നെ അത് കൂടുതൽ ദൂരത്തേക്ക് ഓടാനോ മറ്റോ ഒക്കെയുള്ള സാധ്യത നന്നേ കുറവാണ് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. ആ സാഹചര്യത്തിൽ അതിനെ എത്രയും വേഗം തന്നെ പിടികൂടി ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് വനംവകുപ്പ് ഉള്ളത്. ഇപ്പോൾ ഏതായാലും ആ വനംവകുപ്പിൻ്റെ സംഘങ്ങൾ, കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ആ ദൗത്യ സംഘം വനത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം കുങ്കിയാനകളെയായിരുന്നു. കുങ്കിയാനകൾക്ക് പിന്നാലെ വെറ്റിനറി സർജനായ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘം ഈ ആനയെ ട്രാക്ക് ചെയ്ത് അവിടെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി കടന്നിട്ടുണ്ട്. ഏതായാലും മയക്കുവെടി വെച്ച് ഇതിന് ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ആനയുടെ 2 കണ്ണിനും കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ അത് തുടർച്ചയായിട്ട് ജനവാസ മേഖലയിലേക്ക് എത്തുകയും ഭീതി പരത്തുകയും ആളുകളുടെ കൃഷിയും അതുപോലെ തന്നെ വീടുകളും ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ട് ചികിത്സ നൽകി കഴിഞ്ഞാൽ അതിനി വനത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നുള്ളതാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. അതായത് പടക്കം പൊട്ടിച്ചോ മറ്റോ കാട് കയറ്റുമ്പോൾ അത് പൂർണ്ണമായും കാട്ടിലേക്ക് മാറും എന്നുള്ളതാണ് വനംവകുപ്പ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ദൗത്യം വനംവകുപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും ആ ദൗത്യത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് അധികൃതർ ഇവിടെ നിന്നും പറയുന്നത്. മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. അതിനൊപ്പം ഈ മയക്കുവെടി വെച്ച് പിടികൂടി ഈ ആനയെ എവിടത്തേക്ക് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്? സുരേഷ്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം മയക്കുവെടി വെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ആ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നു. ആനയെ കൃത്യമായിട്ട് തന്നെ കണ്ടെത്തി മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ആ ആനയെ ഏറെ പാലക്കാട്, കഞ്ചിക്കോട്, അതുപോലെ തന്നെ മലമ്പുഴ, വാളയാറ് തുടങ്ങിയ മേഖലകളിലൊക്കെ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ, ജനവാസ മേഖലയിൽ തുടർച്ചയായി ഇറങ്ങി കൃഷിയും ജനങ്ങളുടെ വീടുമൊക്കെ നശിപ്പിക്കുന്ന ആ കാട്ടാനയെ ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് കൃത്യമായിട്ട് തന്നെ ട്രാക്ക് ചെയ്ത് അതിനെ മയക്കുവെടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ദൗത്യത്തിലേക്ക് കടക്കുക. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മയക്കുവെടി വെച്ച് ഈ ആനയെ ഈ ആംബുലൻസിൽ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നു എന്നുള്ളതാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആനയെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി വനത്തിനകത്തേക്ക് കടന്നത്. ഇപ്പോൾ ഏതായാലും ആ മയക്കുവെടി വെച്ചിരിക്കുന്നു. ആനയെ കൊണ്ടുവരുന്നതിന് വേണ്ടി അതിൻ്റെ വടങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ആ വനംവകുപ്പ് സംഘം ആ കാഴ്ചയാണ്. ഏതായാലും ഏറെ പെട്ടെന്ന് തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമുക്ക് PT7 കാര്യം എടുക്കുമ്പോൾ വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലായിരുന്നു മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിരുന്നത് എങ്കിൽ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത് വനത്തിനകത്തായതുകൊണ്ട് തന്നെ, വനത്തിനകത്ത് ഈ റോഡിനോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ടും ആനയ്ക്ക് കണ്ണിന് കാഴ്ച പ്രശ്നമുള്ളതുകൊണ്ടും അതിനെ കൃത്യമായിട്ട് തന്നെ ട്രാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഉദ്യോഗസ്ഥ സംഘം വനംവകുപ്പിൻ്റെ
വനംവകുപ്പിൻ്റെ അധികൃതർ മറ്റുമൊക്കെ കാട്ടിനകത്തേക്ക് വടങ്ങളും മറ്റുമൊക്കെ ആയി തിരിച്ചിരിക്കുന്നു. ഇനി കൃത്യമായിട്ട് തന്നെ ഇവിടേക്ക് ആംബുലൻസ് എത്തിച്ച് ഈ ഭാഗത്തേക്ക് ആനയെ കൊണ്ടുവരുന്നതിന് വേണ്ടി വനംവകുപ്പിൻ്റെ സംഘം എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് വടങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ആ വനംവകുപ്പ് അധികൃതർ ഈ കാട്ടിനകത്തേക്ക് തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. മയക്കുവെടിയൊക്കെ ഏതായാലും കൃത്യമായി വിജയകരമായിട്ട് തന്നെ മയക്കുവെടി വെച്ച് ആ ആനയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. തന്നെയാണ് PT5 മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ദൗത്യ സംഘം അല്പസമയം മുമ്പാണ് ഈ വനമേഖലയിലേക്ക് കടന്നത്. കുങ്കിയാനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ മയക്കുവെടി വെച്ചു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘമാണ് ആനയെ മയക്കുവെടി വെച്ചത്. ഇപ്പോൾ വടങ്ങളുമായി മറ്റ് സംവിധാനങ്ങളുമായി വനപാലക സംഘം ഈ വനമേഖലയിലേക്ക് ആനയെ മയക്കുവെടി വെച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആനയെ പുറത്തേക്ക് കൊണ്ടുവന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനുള്ള നീക്കം തന്നെയാണ് ആരംഭിക്കുക. ഏതായാലും